ആസിഫിക്ക് എന്താ പറഞ്ഞ പടം കണ്ടിട്ട്? എടാ അടിപൊളി പടമാണ്. കുറച്ച് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ്, അത് കൺവിൻസിംഗ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെയാ പറഞ്ഞത്. ഈ ഹാപ്പിനെസിന് അപ്പുറം എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ ഇനി സ്വഭാവമൊക്കെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഉള്ള പോലെ തന്നെ പോയിക്കോ. ഫസ്റ്റ് ഞങ്ങളുടെ ഷോന് ആസിഫ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻട്രോയിലായപ്പോഴാണ് ഞാൻ തുടങ്ങുമ്പോൾ ഞാൻ ആസിഫിനെ കണ്ടിരുന്നില്ല. അപ്പോൾ ഇൻട്രോയിലായപ്പോഴാണ് ഞാൻ ആസിഫിന്റെ അടുത്ത് എത്തിയത്. അപ്പോൾ ആസിഫ് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞൊരു കാര്യം, ചേട്ടാ ഇത് വേറെ സംഭവമാണുള്ളത്, വേറെ പരിപാടി ആയിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത്, കാരണം നമുക്ക് ഇത് സിനിമ നമ്മൾ എഡിറ്റ് കാണുന്നുണ്ട്, ഡബ് കാണുന്നുണ്ട്, ഷൂട്ട് കാണുന്നുണ്ട്, അപ്പോൾ നമുക്ക് ജഡ്ജ്മെന്റ് ഇത്തിരി പാളിയിരിക്കുന്ന സമയമായിരിക്കും ഫസ്റ്റ് ഷോ എന്ന് പറയും. ഞാൻ ആസിഫിന്റെ അടുത്ത് ചോദിച്ചത് അതാണ്, നിനക്ക് ആസിഫ് വർക്കാവുന്നുണ്ടോ? അപ്പൊ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഭയങ്കരമായിരുന്നു. നമുക്കറിയില്ലല്ലോ ഇത് വർക്കാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഇന്റർവെല്ലിന് ആസിഫ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓക്കെ, കാരണം ആസിഫ് സിനിമയുടെ എഡിറ്റ് ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരാള് ഇത്രയും കഥകൾ കേൾക്കുന്ന, ഇത്രയും സിനിമ വർക്ക് ചെയ്യുന്ന, അപ്പൊ ആസിഫിന്റെ അടുത്ത് ആ വാക്ക് കേട്ടപ്പോ എനിക്കത് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ആസിഫിയുടെ കാര്യം പറയുമ്പോ ആസിഫിക്ക ശരിക്കും സെന്റർ ഓഫ് അട്രാക്ഷനാ. ചുറ്റിനും ഫ്രണ്ട്സിന് ഏറ്റവും വൈബാക്കി നിർത്തുന്ന ആളുകളിലൊന്ന്. ശരിക്കും ആ ഒരു ക്വാളിറ്റി ഭയങ്കര അടിപൊളിയാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ആസിഫിക്കാന്ന് മാത്രമല്ല, എല്ലാവർക്കും വേണം. ഇപ്പൊ വിനീതേട്ടനാണേലും എങ്ങനെയാണ് നമ്മൾ സെറ്റിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതും, അല്ലെ നമുക്കൊന്ന് വിനീതേട്ടൻ എല്ലാവരും ഹാപ്പി ആയിട്ടൊന്ന് ഒന്നാ നമുക്ക് ഫോണിന് അവിടെ റേഞ്ച് ഇല്ലായിരുന്നു കാട്ടില്. അപ്പൊ എനിക്ക് ഈ സിനിമയിൽ വരുന്നവരെ വിനീതേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമാ നടനാണ്. അപ്പൊ എനിക്ക് ആദ്യമേ ഒരു ഇതുണ്ടോ എങ്ങനെ വിനീതേട്ടൻ സംസാരിക്കുമായിരിക്കും. അതൊരൊറ്റ ദിവസം കൊണ്ട് ഞാനും വിനീതേട്ടൻ കാര്യം ഇവരൊക്കെ വെള്ളം പിടിക്കും, നമ്മള് അതിലില്ലാത്തത് കൊണ്ട് ഇവരുടെ വർത്താനമൊക്കെ കേട്ട് ആ കൂടെ ഇരുന്നെങ്ക് ചില്ലാവും. ഈ ശരിക്കും പറഞ്ഞ അത് പറഞ്ഞപ്പോഴേ ഇപ്പം നമ്മള് 2000-ന്റെ തുടക്കത്തില് സിനിമ കാണുമ്പോഴും വിനീതേട്ടൻ ശരിക്കും ഭയങ്കര യങ്സ്റ്റേഴ്സ് ആയിട്ട് ഏറ്റവും നിൽക്കുന്ന സമയം. ഞാൻ കഴിഞ്ഞ ദിവസം സെവൻസ് റീവാച്ച് ചെയ്തപ്പോഴും അതിലും യങ്സ്റ്റേഴ്സിന്റെ ഒപ്പം ഏറ്റവും സെന്റർ ആയിട്ട് നിൽക്കുന്ന ആളാ. റൈഫിൾ ക്ലബിലും അങ്ങനെ തന്നെയാ. ശരിക്കും ഏത് സെറ്റിൽ പോകുമ്പോഴും ആ ഒരു സീനിയർ ടാഗ് എപ്പോഴും ആളുകൾക്ക് കിട്ടുമെന്ന് പറയാറുണ്ട്. ശരിക്കും വിനീതേട്ടൻ അങ്ങനത്തെ ആ ടാഗ് കിട്ടാറുണ്ട്. ആ ടാഗ് എന്താണെന്നറിയോ, അത് പുറത്തുള്ള ആളുകൾക്ക് അത് തോന്നും. നമ്മളത് എപ്പോ ഉള്ളിലെടുക്കുന്നോ അപ്പോഴാണ് നമ്മളുമായിട്ട് അവർ ഡിറ്റാച്ച്ഡ് ആവുന്നത്. എനിക്കത് ഒരിക്കലും എന്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല. സെവൻസ് ചെയ്യുമ്പോഴും അങ്ങനെയായിരുന്നു, നമുക്ക് നല്ല വൈബായിരുന്നു. കാരണം ചാക്കോച്ചനും ആസിയായാലും നിവിനായാലും ഞങ്ങളെല്ലാവരും വൈകുന്നേരങ്ങളിൽ അവിടുത്തെ കോഴിക്കോടായിരുന്നു ഷൂട്ട്. അവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് മിക്കവാറും ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യും, അവിടെ പോയി കഴിക്കും, അത് എക്സ്പ്ലോർ ചെയ്യുക. കാരണം അതിൽ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. നിവിനും നല്ലോണം കഴിക്കുന്ന ആളാണ്, ആസിഫിനും ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, ചാക്കോച്ചൻ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ആ വൈബിൽ നമ്മൾ ഏത് ഗ്രൂപ്പിൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾ അതിൽ എത്രമാത്രം ജെല്ലാവുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ ടീം എന്ന് പറയുന്നത്, ഈ ടീമിൽ അങ്ങനെ ഒരു സീനിയോറിറ്റിയും ഇല്ല, ഒരു വേളും ഇല്ല. അസ്കർ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഞങ്ങളുടെ കൂടെയുള്ള അസീംക്ക് ഭയങ്കര സീനിയറാണ്. അപ്പൊ അസീംക്ക അത്യാവശ്യം എപ്പോഴും ഈ സീനിയേഴ്സിന് എപ്പോഴും ആ ഗ്രൂപ്പായിരിക്കും അവിടെ കൂടെ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് അവർക്കൊന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും. അത് പക്ഷെ അസ്കർ പൊളിച്ചു കൊടുക്കും. എല്ലാ തവണ ഞങ്ങള് വൈകുന്നേരം കൂടിയാലും അസീംക്ക പോകുന്ന സമയത്ത് വേണ്ടായിരുന്നു, അപ്പൊ ഞാനാണ് അതൊന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കും. ഇതിനിടയിൽ നിന്നിട്ട് അസീംക്ക് അത് അങ്ങനെയാണ്, അത് ആ ജനറേഷനായിട്ട് നമ്മളങ്ങ് നിന്നാ പോരെ, എന്തിനാണ് അതിനിടയിൽ ഒരു പിന്നെ വീണ്ടും പാഠം പഠിച്ചാലും പിന്നെ വീണ്ടും അസീംക്ക വീണ്ടും ഞങ്ങളുടെ കൂടെ വരും. ഞാനും അസീംക്ക പ്രത്യേക ഒരു ബോണ്ടാണ്, ഭയങ്കര സ്നേഹമാണ്. പറയുമ്പോൾ വേറെ രീതി വിചാരിക്കരുത്. കാരണം ഞങ്ങള് തലേന്ന് ഇതൊക്കെ ഉണ്ടായാലും പിറ്റേന്ന് വീണ്ടും എല്ലാം കൂടെ ഒത്തു വരും. അങ്ങനെ ഞാൻ പറയുന്ന പല ഏജ് ഗ്രൂപ്പുള്ള ആളുകളായിട്ട് നമുക്ക് എപ്പോഴും, എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഒരു പക്ഷെ അതെനിക്ക് പറയുന്നതുകൊണ്ട് മടിയില്ല, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരെല്ലാം ചെറിയ കുട്ടികളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഞാൻ എവിടെ എനിക്ക് ഒരു ഫ്രണ്ട് സർക്കിളിൽ എവിടെ വീട്ടിൽ പോയാലും കുട്ടികളുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ ടൈം, അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന സർക്കിള്. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മളുടെ, ഇപ്പൊ ഞാനും ആസി ഞാനും ആസി പോലും എന്നെക്കാൾ ചെറുതാ. അപ്പൊ ഇവൻ എന്തുമാത്രം ചെറുതാ, പക്ഷെ ഞങ്ങൾക്ക് ഒരേ വൈബാണ്. ഡിസ്കസ് ചെയ്യുന്ന കഥകളായാലും കാര്യങ്ങളായാലും ഒന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ജിത്തു വരുമ്പോ ഞങ്ങളിപ്പോ തിയേറ്റർ വിസിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇന്നലെയൊക്കെ പോയിട്ട് ബസ്സിൽ വരുമ്പം അത് മുഴുവൻ പറയാൻ പറ്റില്ല.